വെൽക്കം ബാക്ക്. ഗുഡ് സോൾഡറിങ് പ്രാക്ടീസ്. എന്തിനാണ് ഗുഡ് സോൾഡറിങ് പ്രാക്ടീസ്? നിങ്ങൾ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആവട്ടെ, ഒരു എംബഡഡ് എഞ്ചിനീയർ ആവട്ടെ, ഈവൺ നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവട്ടെ, നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഹോബിൻ്റെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു ഒന്നോ രണ്ടോ ചെറിയ സോൾഡറിങ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനിപ്പോൾ അധികം സോൾഡറിങ് ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതെല്ലാം ചെയ്തു വരുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം ഇട്ട് വരുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല ബിക്കോസ് ഓഫ് യുവർ സോൾഡറിങ്. അപ്പോൾ നിങ്ങൾക്ക് സോൾഡറിങ് അറിയണ്ടേ? ചെറിയൊരു ആവശ്യമാണെങ്കിലും ലെറ്റ് ഇറ്റ് ബി പെർഫെക്റ്റ്. അതിന് നമ്മൾക്കൊരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് സോൾഡറിങ് ആക്ച്വലി ഞാൻ കടന്നു വന്ന വഴികൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു 10-15 വർഷം മുമ്പ് ഇവിടെ കൊച്ചിയിൽ പമ്പ ഇലക്ട്രോണിക്സിൽ ചോറ്റാനിക്കര അവിടെ വർക്ക് ചെയ്തിരുന്നു, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ സോൾഡറിങ്ങിന് മാത്രം ഞാൻ ഈ കമ്പനിയിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് സോൾഡറിങ് അറിയാം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ നീ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഒരു 2 ദിവസം മുഴുവനും എനിക്ക് ട്രെയിനിങ് തന്നു. ഈ 2 ദിവസം സോൾഡറിങ്ങിൽ എന്താ പഠിക്കാനുള്ളതെന്ന് ഞാൻ വളരെ അമേസിങ് ആയിരുന്നു. പക്ഷേ ഞാൻ ഒരു 4-5 പിന്നെ സോൾഡറിങ് ചെയ്തിട്ട് കൊണ്ടേ കാണിച്ചു കൊടുക്കും. അവിടെ ഇങ്ങനെ പ്രൊഡക്ഷനിലിരിക്കുന്ന ചേച്ചിയൊക്കെ ഇങ്ങനെ വലിയ ലെൻസിലൂടെയൊക്കെയാണ് നോക്കിയിട്ട് പറയും, ഇത് എക്സസ് സോൾഡറാണ്, ഇത് കുറയ്ക്കണം, ഇതിന് ഷൈനിങ് ഇല്ല. ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. ഇങ്ങനെ കുറേ സംഗതികൾ ഞാൻ കേട്ട് പഠിച്ച് അങ്ങനെയാണ്. ആക്ച്വലി ഒരു ബോർഡ് മുഴുവൻ സോൾഡറിങ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ജനൽ ഉണ്ടെങ്കിൽ ജനലിൻ്റെ നേരെ പിടിച്ചിട്ട് ആ ജനലിൻ്റെ റിഫ്ലക്ഷൻ മുഴുവൻ എല്ലാ പിന്നുകളിലും ഒരേപോലെ വരണം. ഇത് ആക്ച്വലി അവിടെ മാത്രമല്ല, ഞാൻ പിന്നെ കോയമ്പത്തൂരിൽ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ പോയപ്പോൾ അവിടുത്തെ ക്വാളിറ്റി ടെസ്റ്റിംഗ് ചെയ്തതാണ്. കടയിൽ വിൽക്കാൻ നിൽക്കുന്ന ചേട്ടൻ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തതാണ്. സോൾഡറിങ് ഒന്നും ശരിക്കും ആയിട്ടില്ല, അടുത്ത തവണ വരുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു കടക്കാരൻ പോലും ഇത്രയും ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഓക്കെ, അതിനെപ്പറ്റി പിന്നെ പറയുകയാണെങ്കിൽ, കോയമ്പത്തൂരിൽ നിന്ന് ഞാനൊരു ആവശ്യത്തിനൊരു സോൾഡറിങ് അയൺ വാങ്ങിച്ചപ്പോൾ ആക്ച്വലി വളരെ വലിയൊരു കോസ്റ്റ് പറഞ്ഞു. കാരണം എനിക്ക് ആ സോൾഡറിങ് ആണ് ഇഷ്ടമായത്. എനിക്കൊരു പ്രത്യേക പർപ്പസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, അതെ ഇതിന് ആക്ച്വലി ഞാൻ ഈ ബിറ്റൊന്നും ഉപയോഗിക്കില്ല, ഞാനൊരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് തിരിച്ചു പറഞ്ഞു, ബിറ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ബിറ്റ് അഴിച്ചു തരൂ, ഞാൻ 200 രൂപ തരാമെന്ന് പറഞ്ഞു. ബിറ്റിന് 200 രൂപയോ? ആയിക്കോട്ടെ, 200 രൂപ കുറയുള്ളൂ. ഞാൻ ഉടനെ സ്ക്രൂ ഡ്രൈവർ എടുത്ത് അഴിച്ചു. ഈ അഴിച്ചിങ്ങനെ പുറത്തേക്ക് എടുത്തപ്പോൾ അതിനകത്ത് മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് എഴുതിയിരിക്കുന്നു. നല്ല കോൺ എൻഡുള്ള നല്ല ഫിനിഷിംഗ് ഒക്കെയുള്ള ഒരു ബിറ്റ്. അപ്പോൾ നമ്മൾക്ക് ആക്ച്വലി ഈ ഒരു ചെറിയ ഒരു സീരിയസ് ആണ്, ഒരു കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ഞാൻ ജോബൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ പോകുന്നതിന് മെയ്ഡ് ഇൻ ജപ്പാൻ ബിറ്റ് വാങ്ങിക്കണോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ ആക്ച്വലി ഉള്ളവിടെ നിന്ന് തുടങ്ങാം എന്നുള്ളത് തന്നെയാണ്. മിക്കവാറും പേരുടെ കയ്യിൽ ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവുക, അല്ലേ? ഇതുപയോഗിച്ചിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് ഈ എക്സസ് സോൾഡർ, എന്താണ് ഈ ഡ്രൈ സോൾഡർ, എന്താണ് ഈ ഷൈനിങ്, എന്താണ് ഈ സോൾഡർ പിന്ന്. നമ്മൾക്ക് പ്രാക്ടിക്കലിലേക്ക് നോക്കാം. സോൾഡറിങ് അയൺ നമ്മൾ വാങ്ങിക്കുമ്പോൾ മിക്കവാറും ഒരു ചിസൽ ടിപ്പായിട്ടായിരിക്കും നമ്മളൊക്കെ വാങ്ങിച്ച സോൾഡറിങ് അയൺ. അപ്പോൾ ഇതിൻ്റെ ടിപ്പ് ഏത് ഷേപ്പാണെന്ന് തന്നെ അറിയുന്നില്ല, അല്ലേ? നമ്മൾക്കപ്പോൾ ഈ സോൾഡറിങ് അയണിൽ നിന്ന് പണി തുടങ്ങാം. ഇപ്പോൾ ഒരു സാൻഡ് പേപ്പറാണ്, നമ്മൾക്ക് ഇതിനകത്ത് പണി സ്റ്റാർട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ടിപ്പ് നല്ല ഭംഗിയുള്ള കോൺ ഷേപ്പ് ആക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇതിൽ നമുക്കിങ്ങനെ റബ്ബ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം പരിപാടി. ഓക്കെ, ഏകദേശം നമ്മുടെ സോൾഡറിങ് അയൺ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനൊരു സെൻറ്റർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോണായിട്ടല്ല സെറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു സൈഡിലേക്ക് ചെരിവുള്ള ഒരു കോണായിട്ടാണ്. അപ്പോൾ ഏകദേശം ഉരുണ്ട മുനയുള്ള ഒരു ഷേപ്പായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ചൂടാക്കി നോക്കാം. ഇത് ഫസ്റ്റ് ടൈം ചൂടാവുന്ന സമയത്ത് ഇപ്പോൾ ഈ കോപ്പറിൻ്റെ കളറ് കാണുന്നത് വീണ്ടും അങ്ങനെ കറുത്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ചൂടാവുമ്പോൾ നമുക്കിതിനെ സോൾഡറിൽ കവർ ചെയ്തെടുക്കണം. നമുക്ക് ഇത് ചൂടായി വരുന്ന സമയത്ത് തന്നെ മാക്സിമം അതിൻ്റെ ഫസ്റ്റ് ടൈമിൽ തന്നെ ഇത് സോൾഡർ വെച്ച് കവർ ചെയ്യണം. ചൂടായി കഴിഞ്ഞാലേ സോൾഡർ ഉരുകാൻ തുടങ്ങുള്ളൂ. പക്ഷേ ഉരുകി തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോൾഡർ ഏകദേശം ഉരുകി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്കിതിൻ്റെ ചുറ്റും നമ്മൾക്ക് കോപ്പറിൻ്റെ കളറ് കാണുന്ന സ്ഥലത്തെല്ലാം ഈ സോൾഡർ വെച്ച് കവർ ചെയ്യാം. ഇത് സോൾഡർ ഇങ്ങനെ കവർ ചെയ്യാതെ ചുമ്മാ ഓണാക്കിയിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇത്രയും പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഓണാക്കുമ്പോൾ ഈ ഫസ്റ്റ് ചൂടാവുന്നതിൽ ഇത് മുഴുവൻ കറുത്ത് പോകും. പിന്നെ നമ്മൾക്കത് യൂസ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമ്മൾക്ക് സോൾഡറിങ് ആണെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു കോട്ടൻ്റെ ക്ലോത്ത് നമ്മൾ വെള്ളം നനച്ചിട്ട് നമ്മളുടെ അടുത്ത് വെച്ചാലും മതി. ഇപ്പോൾ ഇതിലുണ്ടായിരുന്ന സോൾഡറെല്ലാം നമ്മൾക്കതിൽ തുടച്ചെടുക്കാൻ പറ്റി.
എന്നിട്ട് നമ്മളുടെ സോൾഡറിൻ്റെ ടിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നല്ല കോൺ ഷേപ്പായിട്ട് നല്ല ഷൈനിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾക്കിങ്ങനെ നെക്സ്റ്റ് വാട്ട് ഇസ് ദ ഗുഡ് സോൾഡറിങ് പ്രൊസീജിയർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ ബോർഡിലൊന്ന് സോൾഡറിങ് ചെയ്ത് നോക്കാം. ഈ പിന്നെ നമുക്ക് സോൾഡറിങ് ചെയ്യണം. നമ്മൾ ഈ സോൾഡറിങ് അയൺ വയ്ക്കുമ്പോൾ പാഡിലും മുട്ടണം, ലെഗിലും മുട്ടണം. എന്നിട്ട് പിന്നെ മൂവിങ് ചെയ്യുന്നത് നമ്മുടെ സോൾഡർ മാത്രമാണ്. സോൾഡറിങ് അയൺ മൂവ് ചെയ്യരുത്, ബോർഡോ ലെഗോ മൂവ് ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ് പിന്നിൽ ചെയ്ത് നോക്കാം. സോൾഡറിങ് അയൺ വയ്ക്കുന്നു, ഇപ്പോൾ ചൂടായിട്ടുണ്ടാവും. സോൾഡർ കൊണ്ട് നമ്മളിങ്ങനെ മൂവ് ചെയ്യിപ്പിച്ച് ഇനി സോൾഡറിങ് അയൺ റിമൂവ് ചെയ്യുന്നു, അതിന് ഉണങ്ങാനുള്ള ടൈം കൊടുക്കുന്നു. സോ ഇതാണ് പ്രൊസീജിയർ. നമ്മൾക്ക് ഇപ്പോൾ സോൾഡറിങ് അയണിൻ്റെ ടിപ്പ് ഈ ഷേപ്പിലായതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം പാഡിൽ മുട്ടിക്കാൻ പറ്റും, ലെഗിൽ മുട്ടിക്കാൻ പറ്റും. അതേസമയം നമ്മൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഒരു ചിസൽ ഷേപ്പായിരുന്നു. ആ സമയത്ത് നമുക്ക് പാഡിൽ മുട്ടിക്കാൻ പറ്റിയാൽ ലെഗിലും മുട്ടില്ല, ലെഗിൽ മുട്ടിയാൽ പാഡിലും മുട്ടില്ല. ചില സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലും മുട്ടില്ല. ഇനി ഇതിൽ രണ്ടിലും മുട്ടിയാൽ നമ്മൾക്ക് മൂന്നാമത്തെ ആംഗിളിൽ നിന്ന് സോൾഡർ കൊടുക്കുമ്പോൾ ഈ സോൾഡർ അതിനകത്ത് ടച്ച് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾക്കിത് വെച്ച് കഴിഞ്ഞാൽ ഷുവറായിട്ടും പാഡിൽ മുട്ടിക്കാം, ലെഗിൽ മുട്ടിക്കാം. ഇനി ഏത് ഭാഗത്തുനിന്ന് കൊടുത്തു കഴിഞ്ഞാലും ഈ സോൾഡറും നമുക്ക് മുട്ടിക്കാനായിട്ട് പറ്റും. നമുക്ക് നമ്മളുടെ സോൾഡറിങ് അയൺ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് ഈ രണ്ട് വയറൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ ഫ്രഷ് ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് സ്ട്രിപ്പ് ചെയ്തു. സ്ട്രിപ്പ് ചെയ്തതിനെ ഞാൻ ആ എൻഡ് കളയുന്നില്ല, പകരം എനിക്കത് ഇതിനെ പിരിച്ച് വയ്ക്കാനായിട്ട്, ഈ കമ്പികൾ പിരിച്ച് വയ്ക്കാനായിട്ട് എനിക്ക് ഈ ഒരു സ്ലീവിൻ്റെ പീസ് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, സെയിം ലൈക്ക് മറ്റേ സൈഡ്. ഓക്കെ, ഇപ്പം ഞാൻ രണ്ട് വയറും സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി സ്ട്രിപ്പ് ചെയ്തതിനെ നമ്മൾക്ക് സോൾഡറിൽ കവർ ചെയ്തെടുക്കാം. ഓക്കെ, ഈ സോൾഡർ എന്ന് പറയുന്നത് ഈ സോൾഡർ വയറിനെയാണ്. ഓക്കെ, ഇത് ടിന്നിൻ്റെ ലെഡിൻ്റെ കോമ്പിനേഷനാണ്, 60-40 കോമ്പിനേഷനിലുള്ള സോൾഡറാണിത്. നമ്മൾക്കപ്പോൾ വേണ്ടത് ഈ വയറിനെ കവറിങ് ചെയ്യണമെങ്കിൽ 3 എലമെൻ്റാണ് നമ്മൾക്ക് സീനിൽ വരുന്നത്. ഒന്ന് ഈ വയറാണെങ്കിൽ, ഇനി ഒന്ന് സോൾഡറിങ് അയൺ, ഇനി ഒന്ന് സോൾഡർ വയർ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഹോൾഡിങ് ചെയ്യണം, ഒന്നെങ്കിൽ ഹെൽപ്പിംഗ് ഹാൻഡ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾക്ക് ഇതിനെ ഈ ഒരു വയറിനെ നമുക്കവിടെ ഫിക്സഡ് ആയിട്ട് വയ്ക്കാം. ഓക്കെ, അതല്ലെങ്കിൽ സോൾഡറിങ് അയൺ ഫിക്സഡ് ആയിട്ട് വെച്ചാലും മതി, അതല്ലെങ്കിൽ സോൾഡർ വയർ ഫിക്സഡ് ആയിട്ട് വെച്ചാലും മതി. ഇതിനെ നമുക്ക് കവർ ചെയ്ത് നോക്കാം. യെസ്, ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ടല്ലേ. ഇതേപോലെ നമ്മൾക്ക് അടുത്ത വയറും ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് താഴെ മുട്ടി കിടക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ഒരു നമ്മൾക്ക് കൺവീനിയൻ്റ് ആയിട്ടൊരു പൊസിഷനിൽ കൊണ്ടുവന്ന് വയ്ക്കണം. ഇനി നമുക്ക് സോൾഡറിങ് ചെയ്യണം, വയറും കൊണ്ടുവന്നിട്ട് ഇതിനെയും കവർ ചെയ്യാം. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് സാധാരണ ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണയാണ് വേറെ പല ടൂൾസും, പ്രത്യേകിച്ച് നമ്മളുടെ മേസൻ്റെ കയ്യിലുള്ള കരണ്ടി, ഇത് കണ്ടിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ സോൾഡറിങ് ചെയ്യുന്ന പ്രൊസീജിയർ നമ്മൾക്ക് ഈ സോൾഡർ ആദ്യം ഈ സോൾഡറിങ് അയണിൽ ഇങ്ങനെ തോണ്ടിയെടുക്കണം, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ തേക്കണം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സാധാരണ ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ ഇതിനാണ് ഓരോ സ്റ്റെപ്സും ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത്. ഇത് സ്റ്റാൻഡേർഡായിട്ട് പ്രൊഡക്ഷനിലെല്ലാം കീപ്പ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. നെക്സ്റ്റ് നമ്മൾക്ക് ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് ജോയിൻ ചെയ്യാം. അതിന് മുമ്പ് നമ്മൾക്കിത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരു സ്ലീവ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ലീവിൻ്റെ പീസ് കട്ട് ചെയ്ത് കയറ്റാം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലീവ്. നമുക്കിതിൻ്റെ 2 പീസ് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് പാർട്ട് ഒരു ഭംഗിയായിട്ടിരിക്കുന്നില്ല, അതുകൊണ്ട് അത് നമ്മൾക്ക് കളയാം. എന്നിട്ട് 2 പീസ് നമുക്ക് ആവശ്യമാണ്. 2 പീസിൻ്റെ ആവശ്യമില്ല. ഇത് 2 വയറാണെങ്കിലും ഇത് ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒറ്റ വയറായിട്ടാണല്ലോ. അപ്പോൾ ഞാൻ ഈ സ്ലീവ് ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സോൾഡറിങ് ചെയ്യാം. ഒന്നുകൂടി വളരെ സ്റ്റിഫായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാൻ നല്ല കൺവീനിയൻസ് ഉണ്ടാവും. കുറച്ച് ക്ഷമയോടെ വളരെ സ്ലോ ആയിട്ടാണെങ്കിലും ഇതിനെ മാക്സിമം ചേർത്ത് കോയിൻസൈഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇതിനെ ചൂടാക്കുക. കാരണം ഇതിൽ 2 വയറിലും നമ്മൾ സോൾഡർ നേരത്തെ കവർ ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഉരുകിക്കഴിഞ്ഞാൽ പരസ്പരം ഒട്ടിപ്പിടിച്ചോളും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇത് സോൾഡറിങ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സാധാരണ ടെസ്റ്റിംഗ് ആണ്. നമ്മൾക്ക് ഇതിനെ പിടിച്ച് വലിച്ചു നോക്കിയാൽ മതി. ഓക്കെ, സാധാരണ പലർക്കും ഇത് പിടിച്ച് വലിക്കാൻ പേടിയുണ്ടാവും, ഇത് പൊട്ടി വന്നാലോ എന്ന് പറഞ്ഞിട്ട്.
ആക്ച്വലി ഇത് നമ്മൾ ഒരാവശ്യത്തിന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പൊട്ടി വരുന്നതിനേക്കാളും നല്ലതാണ് ഇപ്പം നമ്മുടെ കയ്യിലിരുന്ന് പൊട്ടുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഒന്ന്, ഫുൾ ലെങ്ത് ഇതിൽ കവറായിട്ടില്ല അല്ലേ. 2, ഒരു സോൾഡർ പിന്ന് വന്നിട്ടുണ്ട്. സോൾഡർ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉയർന്നു നിൽക്കുന്ന ഈ സാധനമാണ് സോൾഡർ പിന്ന്. ഇത് നമ്മൾ സോൾഡറിങ് അയൺ റിമൂവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് റിമൂവ് ചെയ്യാത്തതുകൊണ്ട് വരുന്ന സോൾഡറിങ് പിന്നാണ്. നമുക്കിത് രണ്ടാമത് വീണ്ടും ഒന്നുകൂടി ചെയ്ത് നോക്കാം, നല്ല ഭംഗിയാക്കാൻ പറ്റുമോ നോക്കാം. നമ്മളിത് ആദ്യം തിരിച്ചെടുക്കുകയാണ്, അല്ലാതെ അവിടെ തന്നെ വെച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, വീണ്ടും ക്ഷമയോടെ നമ്മൾ ഇത് ചേർത്ത് പിടിച്ചിട്ട് ഇതിനെ രണ്ടിനെയും ചൂടാക്കുക എന്നുള്ളതാണ്. മാക്സിമം ഇത് രണ്ടിനെയും അനക്കാൻ പാടില്ല. ചൂടാക്കി കഴിഞ്ഞ് സോൾഡറിങ് ആൻഡ് റിമൂവ് ചെയ്തു. അപ്പോഴും നമ്മുടെ സോൾഡർ സെറ്റാവുന്നേ ഉണ്ടാവുള്ളൂ. അതിന് 2 സെക്കൻഡ് കൂടി ടൈം എടുക്കും. ഓക്കെ, ആ ടൈമും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് ഫ്രീ ആയി. ഇപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ടുണ്ടല്ലേ. ഇതിപ്പോൾ നല്ല സ്ട്രോങ് ആയി. ഇത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാലും വരില്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്ത സ്ലീവിനെ ഇവിടെ ഒന്ന് കയറ്റി വയ്ക്കണം. ഓക്കെ, സ്ലീവിനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സ്ലീവിനെ ഏതെങ്കിലും രീതിക്ക് ഇത് ചൂടാക്കി എടുത്താൽ മതി. എന്ന് വെച്ചാൽ ഇത് ഹീറ്റ് ഷ്രിങ്കബിൾ സ്ലീവാണ്. നമുക്ക് സോൾഡറിങ് ആൻഡ് തന്നെ അതിൻ്റെ തൊട്ട് താഴെ പിടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇങ്ങനെ ചൂട് കിട്ടും തോറും ഇതിങ്ങനെ ഷ്രിങ്കായി പോകുന്നത് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാവുന്ന മെത്തേഡ് നമ്മൾക്ക് ലൈറ്റർ കത്തിച്ചിട്ട് ചൂടാക്കിയിട്ട് ഇതിൻ്റെ താഴെ കാണിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന്. ആക്ച്വലി ഇത് കമ്പനികളിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോട്ട് എയർ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ഒരുവിധം നമ്മൾക്ക് ഈ സോൾഡറിങ് അയണിലൊന്നും മുട്ടാതെ ഇതിൻ്റെ ചൂടിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ശൃംഖിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ സ്ലീവ് ഇപ്പോൾ കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട്, കാണാനെല്ലാം ഭംഗിയുണ്ട്. പക്ഷേ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇത് ആവശ്യത്തിന് ശൃംഖ ആയിട്ടില്ല. ഒരുപക്ഷെ നമ്മളിത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂവായിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോഴും ഇത് മൂവായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കിതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾക്ക് ഒന്നുകൂടി ചൂടാക്കാം. എന്ന് വെച്ചാൽ ആവശ്യത്തിന് ചൂടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. യെസ്, ഇപ്പോൾ ഇത് മാക്സിമം ശൃംഖായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ എന്താ ചെയ്തത്? നമ്മൾക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു ഇമേജസിലേക്ക് നോക്കൂ. ഇവിടെ എന്താ കാണുന്നത്? ആക്ച്വലി ഒരു സോൾഡറിങ് അയൺ വച്ചിരിക്കുന്നതിൻ്റെ ഒരു സൂംഡ് വെർഷനാണല്ലേ. ഈ സോൾഡറിങ് അയൺ വച്ചിരിക്കുന്ന സൈഡിലല്ല നമ്മൾ സോൾഡർ വയർ കൊടുക്കുന്നത്. സോൾഡർ വയർ ടച്ച് ചെയ്യുന്നത് തന്നെ സോൾഡറിങ് അയണിൻ്റെ ബിറ്റിലല്ല, പകരം അതിൻ്റെ ലെഗിലാണ് ടച്ച് ചെയ്യുന്നത്. ആക്ച്വലി സോൾഡറിങ് അയൺ ആദ്യം വെക്കുമ്പോൾ അല്ലേ, ഇപ്പുറത്ത് നോക്കാം. ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് ഹീറ്റിംഗ് പാഡ്, നമ്മൾ ആ പാഡ് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ സോൾഡർ ചെയ്യാനുള്ള ലെഗും ചൂടാവും. ഓക്കെ, ഈ ചൂടായ സ്ഥലത്ത് നമുക്ക് എവിടെ സോൾഡർ വയർ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അത് മെൽറ്റ് ആവും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ പറയുന്നത്? ആക്ച്വലി ആ സോൾഡറിനെ ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ കണ്ടിന്യൂസ് ഹീറ്റിംഗ്. ആ സമയത്ത് നമുക്ക് സോൾഡർ വയർ ഇഷ്ടം പോലെ ഇളക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ സോൾഡറിങ് ആൻഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സെറ്റ് ആവാൻ കുറച്ച് ടൈം നമ്മൾ കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് സോൾഡറിങ് എന്താണ് എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ടൂ മച്ച് സോൾഡർ, ഒരു ബോൾ പോലെ നിൽക്കുന്നുണ്ടല്ലേ. അടുത്തതിൽ സോൾഡർ ആവശ്യത്തിനില്ല, അത് നോട്ട് ഇനഫ്. കോൾഡ് ജോയിൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ച്വലി കുറേ സോൾഡറൊക്കെ ഉണ്ട്, പക്ഷേ ആക്ച്വലി പാഡിൽ പിടിച്ചിട്ടൊന്നുമില്ല. നമ്മളിതെല്ലാം ഒരു മാഗ്നിഫൈഡ് വ്യൂവിൽ നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. പിന്നെ അടുത്തതിൽ എന്താ കാണുന്നത്? ഒരുപാട് ചൂടാക്കിയിട്ട് ഒരുമാതിരി കരിഞ്ഞ പോലെ കാണുന്നുണ്ടല്ലേ. ആക്ച്വലി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സോൾഡർ റിമൂവ് ചെയ്തിട്ട്, ഓക്കെ, സോൾഡർ റിമൂവ് ചെയ്യുന്നതൊക്കെ നമുക്ക് ടൂളൊക്കെ ഉണ്ടാവും, പക്ഷേ സോൾഡറിങ് ആൻഡ് മാത്രം ഉപയോഗിച്ചിട്ട് അതിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് വിത്ത് പ്രാക്ടീസ് ഓൺലി. പ്രാക്ടീസ് ഉള്ളവർക്ക് അതങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. അടുത്ത് എന്താ കാണുന്നത്? 2 അടുത്തടുത്തുള്ള പിന്നിനെ സോൾഡറിങ് ചെയ്തപ്പോൾ ഷോർട്ടായിരിക്കുന്നു. നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണണമെന്നില്ല. നമ്മളൊരു മാഗ്നിഫൈഡ് വ്യൂ എന്ന് വെച്ചാൽ മാഗ്നിഫയർ എപ്പോഴും വേണമെന്നില്ല. നമ്മൾ കണ്ണുകൊണ്ട് വളരെ സൂക്ഷിച്ച് നല്ല വെളിച്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കണം. ഓക്കെ, നിങ്ങളുടെ ഇലക്ട്രോണിക്സ് ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.